ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന കോഴിമുട്ടയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് തക്കാളി ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ, ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചേർത്ത പൊടികളുടെ പച്ചക്കുത്ത് പോകോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഒരല്പം കറിവേപ്പില കൈകൊണ്ട് പിച്ച് കീറിയിട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കറിവേപ്പില ചേർത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഇതിൻ്റെയൊക്കെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ നന്നായി പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതേപോലെ തന്നെ ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ 2 കോഴിമുട്ടയും ഞാൻ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി ഒന്നും വേകാനൊന്നുമില്ല, കോഴിമുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ എല്ലാതും വെന്തതാണ്. അപ്പോൾ ഈ കോഴിമുട്ട ഈ നമ്മുടെ ഉള്ളിയുടെ തക്കാളിയുടെ ആ അരവിലേക്ക് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതേ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഞാൻ ദേ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു പുട്ടുപൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ പച്ചരി വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടി, അങ്ങനെ ഏത് പുട്ടുപൊടി ഉപയോഗിക്കാം. ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/4 കപ്പ്. 1/4 കപ്പ് പുട്ടുപൊടി കൊണ്ട് തന്നെ നമുക്ക് 2 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും. കാരണം അജ്മിയുടെ പുട്ടുപൊടി ഉപയോഗിക്കുന്നവർക്കറിയാം, അത്യാവശ്യം അത് നന്നായിട്ട് വീർത്ത് വരും. വെള്ളം കുടിച്ചിട്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യും, നന്നായിട്ട് വീർത്ത് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പുട്ടുപൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു അജ്മിയുടെ പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം, കൂടുതൽ വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് പുട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്ന, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നനച്ച് വാക്ക് ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ വെച്ചപ്പോൾ തന്നെ കണ്ടോ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ അത് വലിച്ചെടുത്ത് കുടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പുട്ട് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഒരിക്കലും സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അമർത്തി കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ആവി വരാൻ കുറച്ച് സമയം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അമർത്തി കൊടുക്കണ്ട. ആദ്യം ഉണ്ടാക്കിയത് ഞാൻ അമർത്തി കൊടുത്തപ്പോൾ എനിക്ക് ആവി വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ രണ്ടാമത് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് അമർത്തി കൊടുക്കാതെ പിന്നെ നിറച്ച് റെഡിയാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ആവിയും വന്നിട്ടോ. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത്. വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയും സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങ ഇടുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് പുട്ടുകുറ്റിയിൽ തിളച്ച് വരുന്നുണ്ട്, പുട്ടുകൂടത്തിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആവിയിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റൊക്കെ എടുത്തിട്ടോ എനിക്ക് ഈ ഒരു ആദ്യത്തെ പുട്ട് റെഡിയാക്കാൻ. രണ്ടാമത് ഞാനൊരു പുറ്റ് കൂടി ഉണ്ടാക്കിയിരുന്നു. അതെനിക്കൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.